ഇസ്രായേലിൻ്റെ ഡ്രോണുകൾ, മിസൈലുകൾ വളരെ കൃത്യമായി പതിച്ചത് ഖമനേയുടെ വാസസ്ഥലത്താണ്. ഇസ്രായേലിൻ്റെ ഏറ്റവും മികച്ച മൊസാദ് എന്ന സംവിധാനം അവർക്കറിയാം ഖമനേയി എവിടെ ഉണ്ടായെന്നുള്ളത്. നമുക്കറിയാം ഇറാനിൽ ഇതിനു മുൻപ് പല തവണകളിലും ഇറാൻ്റെയും മറ്റും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ പോലും കയറി ആക്രമണം നടത്തി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ കൊലപ്പെടുത്തിയ ഒരു സംവിധാനം കൂടിയാണ് മൊസാദ്. ഇതൊക്കെ ലോകരാജ്യങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തതും ഞെട്ടിപ്പിച്ചതുമാണ് പല രാജ്യങ്ങളെയും. ഇതായപ്പോൾ ഖമനേയി കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തു വരുമ്പോൾ അത് ഏറെ നിർണായകമായ ഒന്നായി മാറുകയാണ്. ഈ ഡിസംബർ മുതൽ ആരംഭിച്ച ആഭ്യന്തര പ്രക്ഷോഭത്തിൽ ഖമനേയ്ക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി ജനം തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടിരുന്നു. ഖമനേയുടെ ഏകാധിപത്യം അവസാനിക്കാൻ കാലമായെന്നും ഇറാന് ഈ നേതൃത്വമല്ല വേണ്ടതെന്നും ജനം ഏറ്റുവിളിച്ചു. തുടക്കത്തിൽ അയഞ്ഞ സമീപനം സ്വീകരിച്ചുവെങ്കിലും പ്രക്ഷോഭം രാജ്യം മുഴുവൻ വ്യാപിച്ചു. ഖമനേയി ഭരണകൂടം സ്വന്തം പൗരന്മാർക്കെതിരെ തിരിഞ്ഞു. ഇറാഖിൽ നിന്ന് വരെ സൈന്യത്തെ ഇറക്കി പ്രക്ഷോഭം അടിച്ചമർത്തി. ഈ വാർത്തകൾ പുറത്തു വന്നു. 1000-ഓളം പേർ കൊല്ലപ്പെട്ടു, 7000-ഓളം പേർ തടവിലാക്കപ്പെട്ടു. ആ പ്രക്ഷോഭത്തിന്റെ അലയൊലികൾ ഒടുങ്ങി വരുമ്പോഴാണ് അമേരിക്ക കാര്യങ്ങൾ കഴിപ്പിക്കുകയും ഖമനേയിയെ വധിക്കുകയും ചെയ്യുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്ത അതുതന്നെയാണ്, ഖമനേയി കൊല്ലപ്പെട്ടു. അജയ്, 40 ദിവസ ദുഃഖാചരണം ഇറാനിൽ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അജയ്, അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ 40 ദിവസത്തെ ഒരു ദുഃഖാചരണം ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമനേയുടെ മരണത്തെ തുടർന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് ഔദ്യോഗിക പ്രതികരണങ്ങൾ അത് തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അവിടുത്തെ ഇനിയൊരു ഭരണ കൈമാറ്റം അത് എത്തരത്തിലാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇന്നലെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, ഖമനേയി കൊല്ലപ്പെട്ടിട്ടില്ല, ഖമനേയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് പ്രധാനമായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്നത്. അദ്ദേഹമാണ് ഇറാനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രധാനമായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ സംസാരിക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത്. അദ്ദേഹം ഉൾപ്പെടെ വ്യക്തമാക്കേണ്ടതുണ്ട് ഇനി ഇറാൻ ആര് ഭരിക്കും, ആരായിരിക്കും ഈ ഒരു ഇനി മുന്നോട്ടുള്ള ഇറാൻ്റെ യാത്ര, അതിന് നേതൃത്വം നൽകുക എന്നതുൾപ്പെടെ ഇനി ഇറാൻ ഭരണകൂടം വ്യക്തമാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം, ആയത്തുള്ള അലി ഖമനേയി അദ്ദേഹം ഈ പുതിയ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്, മിലിറ്ററി റിപ്പോർട്ട് ഉൾപ്പെടെ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഇന്നലെ ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരുൾപ്പെടെ ഈ പുതുതായി സംഭവിച്ചിട്ടുള്ള ഈ കാര്യത്തിൽ ഉത്തരവാദിത്തം പറയേണ്ടതുണ്ട്. ഇനി ഏത് തരത്തിലാണ് ഇറാനിലുള്ള ഒരു ഭരണമാറ്റങ്ങൾ, ഈ നടക്കുന്ന ആക്രമണങ്ങൾ, ഇതെല്ലാം ഇനി ആരുടെ നേതൃത്വത്തിലാണ്, എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ ഉൾപ്പെടെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഇറാനിൽ നമുക്ക് അറിയാം ഈ ഒരു ഭരണമാറ്റം, ആ ഒരു ഭരണചക്രം നിയന്ത്രിക്കുന്നത് ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അവരുടെ ഒരു മത നേതാക്കളാണ് ഈ ഭരണം കൈയാളി വരുന്നത്. അപ്പോൾ ഇനി ഒരു മത നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇനി മറ്റേതെങ്കിലും നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? പ്രകടനങ്ങൾ ലോസ് ആഞ്ചലസിൽ വലിയ ആഹ്ലാദ പ്രകടനം നടക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ആയത്തുള്ള ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ലോസ് ആഞ്ചലസിൽ വലിയ ആഘോഷ പ്രകടനങ്ങളാണ്. ഖമേനി കൊല്ലപ്പെട്ടു, 40 ദിവസ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ലോസ് ആഞ്ചലസിൽ ഇപ്പോൾ ദുഃഖാചരണം അവിടെ ആഹ്ലാദ പ്രകടനം, ഇറാനിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോസ് ആഞ്ചലസിൽ ആഘോഷം പുരോഗമിക്കുകയാണ്. ആയത്തുള്ള ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവ്, ഇറാന്റെ അവസാന വാക്ക്, ലോകരാജ്യങ്ങളുടെ കണ്ണിലെ കരടായിരുന്ന നേതാവ് കൊല്ലപ്പെട്ടതിൻ്റെ ആഹ്ലാദ പ്രകടനം ലോസ് ആഞ്ചലസിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇറാനിയൻ ഗവൺമെൻറ് അനൗൺസസ് 40 days ഓഫ് മോർണിംഗ് ഓവർ ദ അസാസിനേഷൻ ഓഫ് ഖമേനി എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ ആക്രമണം ഇന്നലെ രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി ആരംഭിച്ചിരുന്നു. ആ സമയത്ത് തന്നെ വളരെ കൃത്യമായി ഇസ്രായേലിൻ്റെ മിസൈലുകൾ പതിച്ചത് ഖമേനിയുടെ കൊട്ടാരത്തിലാണ്, ആഡംബര വസതിയിലാണ്. അത് പൂർണ്ണമായും തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഖമേനിയുടെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഇറാൻ സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഖമേനി സുരക്ഷിതനാണ് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാൻ തന്നെ ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവ്, ഏകാധിപതിയായ ഭരണാധികാരി അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സദാം ഹുസൈനെ എങ്ങനെ അവസാനിപ്പിച്ചു എന്ന് നമുക്കറിയാം. താലിബാന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അബോട്ടോബാദിലൊക്കെ ചെന്ന് പാകിസ്ഥാന്റെ കേന്ദ്രങ്ങളിൽ പോയി അമേരിക്ക പിടിച്ചുകൊണ്ടുപോയതൊക്കെ നമുക്കറിയാം. അത്തരത്തിൽ അനവധി സംഭവങ്ങൾക്ക് ശേഷം ഇപ്പോൾ അമേരിക്കയുടെ പുതിയ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നു. അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു.
സജിമോൻ ആന്റണി, US-ൽ നിന്ന് ശ്രീ സജിമോൻ ആന്റണി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സജിമോൻ ആന്റണി, ഇതിപ്പോ എന്തായിരുന്നു ലക്ഷ്യം വെച്ചത്? അമേരിക്കയും ഇസ്രായേലും എന്തായിരുന്നു ലക്ഷ്യം വെച്ചത്? അത് വളരെ കൃത്യമായി ആ ടാർഗറ്റിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. നമുക്കറിയാം മൊസാദിൻ്റെയൊക്കെ പ്രിസിഷൻ സ്ട്രൈക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യ ആക്രമണത്തിൽ തന്നെ ആ ഖമനേയി എന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണ്ണിലെ കരടിനെ എടുത്തു കളയാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ വിജയം. മഞ്ജുഷ, തീർച്ചയായിട്ടും ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ, ഇവിടെയുള്ള മീഡിയ റിപ്പോർട്ടിനെയും ഈവൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഉദ്ധരിക്കുകയാണെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അവർ സ്ഥിരീകരിക്കുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഏകദേശം 12ഓളം ലീഡേഴ്സും ഈ ഒരു ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇൻക്ലൂഡിംഗ് ഫോറിൻ സെക്രട്ടറിയും സീനിയർ മിലിറ്ററി കമാൻഡേഴ്സ് ഉൾപ്പെടെയുള്ള 12ഓളം ലീഡേഴ്സ് മരിക്കപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. ഏതായാലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെജീം ചേഞ്ച് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. റെജീം ചേഞ്ചിനോടൊപ്പം ഇതോടുകൂടി ഈ യുദ്ധം ഇന്നുകൊണ്ട് അവിടെ തീരുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരാനുള്ള ഒരു ഇൻഡിക്കേഷനും ഇവിടെ നിന്നില്ല. ഈ ആഴ്ചകളോളം അല്ലെങ്കിൽ ഈ ആഴ്ചകളോളം ഇത് കണ്ടിന്യൂ ചെയ്യും, ബോംബാർഡ്മെന്റ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള രീതിയിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം മേ ബി ഖമനിയെ കൊന്നു, ഒരു റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള അതോടൊപ്പം ഇറാനിലുള്ള ജനതയോടുകൂടി ഇത് നിങ്ങളുടെ ഒരു സുവർണ അവസരമാണ്, ഈ ഒരു സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ മുന്നിലേക്ക് വന്ന് നിങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ആഹ്വാനവും ഇവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് ഖമനിയെ നിഷ്പ്രഭമാക്കിയോടൊപ്പം തന്നെ ഇറാന്റെ ഇപ്പോഴത്തെ റെജീമിനെ കംപ്ലീറ്റ് നാമാവശേഷമാക്കുക, അവരുടെ ന്യൂക്ലിയർ കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി നിർവീര്യമാക്കുക, അതോടൊപ്പം ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ നിർജീവമാക്കുക എന്നുള്ളൊരു വലിയൊരു ഉദ്ദേശവും അല്ലെങ്കിൽ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ദയവായി തുടരുക. ഇപ്പോൾ ഈ ഖമേനി കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു വീഡിയോ അത് പുറത്തു വന്നിട്ടുണ്ട്. با نوشیدن شهد گوارای شهادت در ماه مبارک رمضان به ملکوت اعلا پیوست. شورای عالی امنیت ملی در این زمینه بیانیه‌ای به این شهر صادر کرده است. بسم الله الرحمن الرحیم. روح بلند پیشوای ملت بزرگ ایران و آزادی خواهان جهان. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.